ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്ന് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ. മുസ്ലിങ്ങൾക്ക് രാജ്യത്ത് അരക്ഷിതാവസ്ഥയില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം CNN ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത്. മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞൊരു വാർത്തയാണ് കാന്തപുരം ഉസ്താദ് നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയെ കാണാൻ പോയിട്ട് തിരിച്ചു വരുന്നൊരു സമയത്ത് CNN അഭിമുഖം കൊടുത്തു. ആ അഭിമുഖത്തിൽ കാന്തപുരം ഉസ്താദ് പറഞ്ഞു ഇന്ത്യയിലെ മുസ്ലിങ്ങളൊക്കെ സുരക്ഷിതരാണ് എന്നൊരു പ്രസ്താവന. അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് കാന്തപുരം ഉസ്താദ് നടത്തിയിട്ടുള്ളത്? ഇന്ത്യയിലെ മുസ്ലിങ്ങളൊക്കെ ശരിക്കും സുരക്ഷിതരാണോ? കാന്തപുരം ഉസ്താദ് കള്ളത്തരം പറഞ്ഞുകൊണ്ട് ആളുകളെ പറ്റിക്കുകയില്ലേ? ഉസ്താദിനെതിരെയുള്ള ഒരു ഫോട്ടോ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഷൂ നക്കുന്നൊരു ഫോട്ടോ വരെ ഇട്ടിട്ട് ഉസ്താദിനെതിരെ ഭയങ്കരമായുള്ള പരിഹാസ വിമർശനം. എന്തിനാണ് ഉസ്താദിനെതിരെ ഇങ്ങനെ വേട്ടയാടുന്നത്? വേട്ടയാടാൻ മാത്രം സംഭവം ഉണ്ടായിട്ടുണ്ടോ? കാന്തപുരം ഉസ്താദ് കേരളത്തിലുള്ള ഒരു ഭാഗം മുസ്ലിങ്ങളുടെ ഒരു പ്രതിനിധിയാണ്. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇന്ന് KN മുജാഹിദ് പറഞ്ഞത് അദ്ദേഹത്തിന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന് പറയാൻ പാടില്ല, അദ്ദേഹം ഇന്ത്യയുടെ മൊത്തം പ്രതിനിധിയല്ല. ആയിക്കോട്ടെ, ഇപ്പോൾ കേരളത്തിലുള്ള വളരെ വലിയൊരു വിഭാഗം സുന്നികളുടെ നേതാവാണ് കാന്തപുരം ഉസ്താദ്. എല്ലാ വിഭാഗം സുന്നികളും കാന്തപുരം ഉസ്താദിനെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന് വിളിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുക പോലും ഉണ്ടാവില്ല. കാരണം ഒരു വിഭാഗം ആളുകൾ കാന്തപുരത്തോട് വിയോജിപ്പുള്ള സുന്നികൾ തന്നെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി അല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊരാളെ പിടിച്ചിട്ട് ഏഷ്യൻ ഗ്രാൻഡ് മുഫ്തിന്നോ ഭാരത ഗ്രാൻഡ് മുഫ്തിന്നോ ഒക്കെ പേരിട്ട് ആർക്കാ അതിന് തടസ്സമുള്ളത്? അദ്ദേഹത്തിൻ്റെ അനുയായികൾ അദ്ദേഹത്തിന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അതിന് വെറുതെ അസൂയപ്പെട്ട് കാര്യമില്ലല്ലോ. ഭരിക്കുന്ന ആരുമായിട്ടും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് കാന്തപുരം ഉസ്താദ്. കാരണം അതുകൊണ്ട് സമുദായത്തിന് എന്തെങ്കിലും ഗുണങ്ങളുണ്ടെങ്കിൽ കിട്ടട്ടെ, അങ്ങനെ കിട്ടേണ്ടുന്ന അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ ഒരു മടിയുമില്ലാത്ത നേതാവാണ് കാന്തപുരം ഉസ്താദ്. അതാര് ഭരിച്ചാലും, BJP ഭരിച്ചാലും, കോൺഗ്രസ് ഭരിച്ചാലും, ജനതാദൾ ഭരിക്കുമ്പോഴും ഇടതുപക്ഷം ഭരിക്കുമ്പോഴും കാന്തപുരം ഉസ്താദ് അവിടെ ചെല്ലലുമുണ്ട്, അവകാശങ്ങൾ ചോദിച്ചു വാങ്ങലുണ്ട്. അങ്ങനെ കാന്തപുരം ഉസ്താദ് പോയി. ഇനി വരാൻ പോകുന്ന 100ാം വാർഷിക സമ്മേളനത്തിന് പ്രധാനമന്ത്രി ക്ഷണിക്കാനാണ്. അങ്ങനെ പ്രധാനമന്ത്രി വരാമെന്ന് ഏറ്റു. അവിടെയുള്ള വിഷയങ്ങളെക്കുറിച്ച്, മുസ്ലിം വിഭാഗം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, പ്രയാസങ്ങളെക്കുറിച്ച്, വിദ്യാഭ്യാസ വിഷയങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പ്രധാനമന്ത്രിയോട് സംസാരിച്ച ഫോട്ടോ പ്രധാനമന്ത്രി തന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ടു. അതിനെതിരെ സംഘികൾ ഭയങ്കര പ്രതിഷേധമൊക്കെ ഉണ്ടാക്കിയെങ്കിലും പ്രധാനമന്ത്രി അതൊന്നും മുഖവിലക്കെടുത്തില്ല. കാരണം വന്നത് ആരാണ്? കാന്തപുരം ഉസ്താദാണ്. അങ്ങനെ വന്നിട്ടാണ് ഈ CNN ന്യൂസ് 18 ഒരു ഇൻ്റർവ്യൂ വന്നത്. ആ ഇൻ്റർവ്യൂവിൽ കാന്തപുരം ഉസ്താദ് ഒരു കാര്യം പറഞ്ഞു, ഇന്ത്യയിലെ മുസ്ലിങ്ങളൊക്കെ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല, വളരെ സുരക്ഷിതരാണ് എന്നാണോ അർത്ഥം? അതായത് ലോകം മുഴുവനും ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ കാണാൻ പോയ കാന്തപുരം ഉസ്താദ് അവിടെ നിറങ്ങി വരുമ്പോൾ മാധ്യമങ്ങളോട് ഇവിടെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നെഗറ്റീവാണ് സംസാരിച്ചിരുന്നെങ്കിൽ പ്രധാനമന്ത്രിയെ കണ്ടുവരുമ്പോൾ ചെയ്യേണ്ടുന്നൊരു രീതിയാണ്. ഒരിക്കലുമല്ല. ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് കാന്തപുരം ഉസ്താദ് സംസാരിച്ചത്. ഇവിടുത്തെ നിയമം മൂലം ഇന്ത്യൻ മുസ്ലിങ്ങളൊക്കെ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെയാണ് എന്നല്ല. ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ബീഫ് കൈവശം വെച്ചു എന്ന് ആരോപിച്ച് അഖ്ലാഖിനെ തച്ചു കൊല്ലുന്നൊരു നാടാണ്. ഒരു മുസ്ലിമായ ആൾ പോലുമല്ല ദീപക്. എന്നിട്ട് പോലും മുസ്ലിമിന് വേണ്ടി സംസാരിച്ച ദീപക്കിനെതിരെ സംഘപരിവാറുകൾ ഉറഞ്ഞു തുള്ളിയ നാടാണ്. ജയ് ശ്രീറാം വിളിക്കാൻ ആക്രോശിച്ചുകൊണ്ട് ഒരുപാട് പേരെ മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നൊരു നാടാണ്. ബീഫ് കൊണ്ടുപോകുന്നു എന്നാരോപിച്ച് വാഹനങ്ങൾ തടഞ്ഞ് ആളുകളെ ചുട്ടുകൊല്ലുന്നു. ഇതൊക്കെ സംഭവം തന്നെയാണ്. ഇനി നമ്മളൊന്ന് വിശാലമായി ചിന്തിച്ചാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യവും അവർക്ക് കിട്ടുന്ന വിശ്വാസ ഫ്രീഡവും മറ്റേത് ലോകരാജ്യത്തുള്ളത്. ഇവിടെ സുന്നികൾക്ക് സുന്നിയായിട്ട് ജീവിക്കാം, അത് ഈക്കക്കാരൻ ജീവിക്കാം, APക്കാരൻ APക്ക. ഓരോരുത്തരുടെ പള്ളിയിൽ ഓരോ രീതിയിലുള്ള വിശ്വാസ രീതികൾ കാണിക്കുന്നു. ജമാഅത്തുകാർക്ക് അങ്ങനെ ജീവിക്കാം, മുജാഹിദുകാരനെ ഒരു 10-16 വിഭാഗമുണ്ട്, അവർക്ക് ജിന്നുണ്ടോ ജിന്നില്ലേ, എല്ലാവർക്കും ഒരേപോലെ ജീവിക്കാം. ഈ ഹിന്ദു ആണെങ്കിലും ദലിത എല്ലാവർക്കും ഇങ്ങനെ വ്യത്യസ്ത ജാതികൾക്കും മതങ്ങൾക്കും ഒക്കെ ജീവിക്കാനുള്ള ഒരു ഭരണഘടന സംരക്ഷണമുള്ളൊരു നാടാണ് നമ്മുടേത്. ആ അർത്ഥത്തിലാണ് കാന്തപുരം ഉസ്താദ് ഇങ്ങനെ പറഞ്ഞതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ. അല്ലാതെ കാന്തപുരം ഉസ്താദ് ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ അറിയാഞ്ഞിട്ടൊന്നുമല്ല. വന്ന അഭിമുഖത്തിൽ എന്ത് പറഞ്ഞു? എന്താ പറയുക, നെഗറ്റീവായ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, ഒരു പോസിറ്റീവായ കാര്യങ്ങളാണ് പറഞ്ഞത്. കാരണം ഇതൊരു എന്താ പറയുക, ഒരു നാഷണൽ ചാനലിന് കൊടുക്കുന്നൊരു അഭിമുഖമാണ്, അത് ലോകം മുഴുവനും അറിയും. അപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു ഇസ്സത്ത് പോസിറ്റീവായിട്ട് കാണാനാണ് സുഫിയാക്കളുമൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. കാന്തപുരം ഉസ്താദ് ആ രീതിയിലാണ് സംസാരിച്ചത്. ഞാൻ വളരെയധികം അഭിനന്ദിക്കുന്നു. കാന്തപുരം ഉസ്താദ് ആ രീതിയിൽ സംസാരിച്ചു. ഇനി ഒരുപാട് പേര് വിമർശിക്കുന്നത് കാന്തപുരം ഉസ്താദ് ഈ മതത്തിന് വിറ്റു, ഷൂനക്കിയാണ്. ഭയങ്കര അധിക്ഷേപം. അതായത് പണ്ട് കാലത്ത് അധികാരികൾ, എന്നാൽ തെമ്മാടികളായ ഭരണാധികാരിയുടെ മുൻപിലാണെങ്കിൽ പോലും സത്യം തുറന്നു പറയലാണ് യഥാർത്ഥ ജിഹാദി എന്ന ഹദീസൊക്കെ എടുത്തിട്ട്
കാന്തപുരം ഉസ്താദിനെ അവഹേളിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് കാന്തപുരം ഉസ്താദ് പറഞ്ഞത് ഈ നല്ല രീതിയിൽ വ്യാഖ്യാനിക്കുക, ഓരോരുത്തരുടെ വ്യാഖ്യാന രീതി പോലെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കാന്തപുരം ഉസ്താദ് പറഞ്ഞതിനെ ഞാനീ പറഞ്ഞ പോലെ ഭരണഘടനാപരമായൊരു സുരക്ഷിതത്വം ഇന്ത്യൻ മുസ്ലിങ്ങൾക്കുണ്ട്. പലപ്പോഴും പല കാരണങ്ങളിൽ കിട്ടാറില്ല. പക്ഷേ കാന്തപുരം ഉസ്താദ് ഒരു പ്രധാനമന്ത്രിയെ കണ്ടുവരുമ്പോൾ ഒരു ദേശീയ മാധ്യമത്തിന് കൊടുത്ത ഒരു അഭിമുഖം വളരെ പോസിറ്റീവായിട്ട് സംസാരിച്ചപ്പോൾ കാന്തപുരം ഉസ്താദിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് BJP നേതാക്കളടക്കം സംസാരിച്ചത്. ഇത് കാന്തപുരം ഉസ്താദിൻ്റെയും ഒരു ഡിപ്ലോമാറ്റിക് ഒരു ഐഡിയയാണ്. ഇതൊരിക്കലും ഓപ്പോസിറ്റായിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ, പിന്നെ പ്രധാനമന്ത്രി ഒരിക്കലും സമസ്ത സമ്മേളനത്തിന് വരും അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ, പിന്നെ പ്രധാനമന്ത്രിയെ സമസ്ത സമ്മേളനത്തിനെ കൊണ്ടുവരിക എന്ന ഉസ്താദ് ലക്ഷ്യം പോലും നടക്കില്ല. പിന്നെ പണ്ട് കാലത്തൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതിനെപ്പോലും ഭയപ്പെടാത്ത പണ്ഡിതന്മാരുണ്ട്. ഞാനൊരു പണ്ഡിതനെ പറഞ്ഞുതരാം. വല്ലാത്ത പണ്ഡിതനാണ്, ഒരുപാട് അറിവുകളുള്ള വലിയൊരു മഹാനാണ്. അപ്പോൾ അന്നത്തെ ഭരണകൂടം മുസ്ലിം ഭരണകൂടമാണ്. ഖലീഫ മൻസൂർ എന്ന് പറയുന്ന ഖലീഫയാണെന്നുള്ളത്. വലിയ ഹദീസ് പണ്ഡിതനൊക്കെയാണ് ഈ മൻസൂർ എന്ന പേരുള്ള ഈ ഒരു ഭരണാധികാരി. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു. ഈ വലിയ മുസ്ലിം മതപണ്ഡിതനെ രാജ്യത്തിൻ്റെ പരമോന്നത സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആക്കണം. അങ്ങനെ ഈ പണ്ഡിതനെ പോയിട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വിളിച്ചറിയിച്ചു. അവിടെ ചെന്നപ്പോൾ ഈ പണ്ഡിതൻ പറഞ്ഞു, ഞാൻ ഒരു കാരണവശാലും ഭരണകൂടത്തിൻ്റെ ഒരു സൗജന്യവും പറ്റാൻ ഞാനില്ല, ഭരണകൂടം പറയുന്ന ഒരു അധികാര സ്ഥാനത്ത് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി. ഒടുവിൽ മൻസൂർ എന്ന ഭരണാധികാരി തന്നെ ആരെ കാണാൻ വന്നു? ഈ പണ്ഡിതനെ കാണാൻ വന്നു. പണ്ഡിതനെ കാണാൻ വന്നപ്പോൾ പണ്ഡിതനോട് സംസാരിച്ചു. ഈ വരുന്ന ഭരണാധികാരിയും വലിയ പണ്ഡിതനാണ്, വലിയ ഹദീസ് പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, മൻസൂർ എന്ന ഭരണാധികാരിയാണ് ഖലീഫ, അബ്ബാസിയ ഖിലാഫത്തിലെ 2ാം സ്ഥാപകൻ എന്നറിയപ്പെടുന്ന വലിയ ഭരണാധികാരിയാണ്. അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ ഈ പണ്ഡിതൻ പറഞ്ഞു, ഒരിക്കലും നിങ്ങളുടെ ആവശ്യം ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ മൻസൂർ എന്ന ഭരണാധികാരി പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളെ സുപ്രീം കോടതി ജഡ്ജിയാക്കാമെന്ന് ഞാൻ ശപഥം ചെയ്തിട്ടുണ്ട്, സത്യം ചെയ്തിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോൾ ഈ പണ്ഡിതൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും നിങ്ങളുടെ കീഴിൽ ഒരു സുപ്രീം കോടതി ജഡ്ജി ആവില്ല എന്ന് ഞാനും സത്യം ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു ഭരണാധികാരി ആയതുകൊണ്ട് കഫാറത്ത് കൊടുക്കാൻ പറ്റും, ഞാനൊരു ഭരണാധികാരിയൊന്നുമല്ലല്ലോ, ഒരു സാധാരണക്കാരനാണ്. ഒരു നിലക്കും സമ്മതിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഈ ഭരണാധികാരി ഈ പണ്ഡിതനെ അറസ്റ്റ് ചെയ്യുകയും ക്രൂരമായിട്ട് ശിക്ഷിക്കുകയും ആ ജയിലിൽ കിടന്നിട്ടാണ് ഈ പണ്ഡിതൻ മരണപ്പെട്ടത്. ഇങ്ങനെ ഭരണകൂടത്തിൻ്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാത്ത പണ്ഡിതന്മാരും പണ്ടുണ്ടായിരുന്നു. ഈ പണ്ഡിതൻ്റെ പേര് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഇമാം അബൂ ഹനീഫത്തുൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു എന്ന അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമ്. മദ്ഹബിന് 4 ഇമാമാരുണ്ട്. ഒരു ഇമാമാണ് ആര്? ഹനഫി മദ്ഹബിൻ്റെ സ്ഥാപകനായ ഇമാം അബൂ ഹനീഫത്തുൻ നുഅ്മാൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നോക്കി നോക്ക്, ഭരണകൂടം ആരോപിക്കുകയാണ്, നിങ്ങളൊരു ഷിയ വിശ്വാസിയാണ്, ഒരു ഷിയ ചിന്താഗതിക്കാരനാണ് എന്ന് പറഞ്ഞ് രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് തൂക്കുമരം വധശിക്ഷ വിധിക്കപ്പെട്ട ഒരു മഹാപണ്ഡിതനാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മാപ്പ് എഴുതി കൊടുത്തില്ല, കാല് പിടിച്ചില്ല. ആ വധശിക്ഷയെങ്കിൽ വധശിക്ഷ. ഒടുവിൽ ജനങ്ങളെ ഇളകിയിട്ട് പറഞ്ഞു, 1 മാസം അയാളെ ഒരു തടവിലാക്കാം, എന്നിട്ട് വിചാരണ നടത്തിയിട്ടായിരിക്കട്ടെ ശിക്ഷ. കൂടെയുള്ളവരൊക്കെ വധശിക്ഷയ്ക്ക് വിധിച്ചു, വധശിക്ഷ നടപ്പിലാക്കി. ആ ഒരു വിചാരണ കാലയളവിൽ അദ്ദേഹത്തിനോട് സംസാരിച്ചൊരു പണ്ഡിതൻ, ആ പണ്ഡിതൻ്റെ ഇടപെടൽ കാരണം അദ്ദേഹം ഒരു ഷിയാപക്ഷക്കാരനല്ല എന്ന് ബോധ്യപ്പെടുകയും ഈ മൻസൂറിൻ്റെ പിൻതലമുറക്കാരനായ മകനായ ഹാറൂൺ റഷീദ് ഈ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വെറുതെ വിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുൻകാല പണ്ഡിതന്മാരൊക്കെ എടുത്തു നോക്കിയാൽ ഭരണകൂടത്തിനോട് ഒട്ടി നിൽക്കാത്ത പണ്ഡിതന്മാർ കാണാം. ഇത് കാലങ്ങളൊക്കെ മാറി, ഇന്ന് അതേപോലെയല്ല. ഇന്ന് ഡിപ്ലോമാറ്റിക്കായിട്ട് പെരുമാറിയാൽ മാത്രമേ മുസ്ലിം സമുദായത്തിന് കിട്ടേണ്ടത് കിട്ടുള്ളൂ, അല്ലെങ്കിൽ നാം കൂടുതൽ ഒറ്റപ്പെട്ടു പോകും. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷേ കാന്തപുരം ഉസ്താദ് അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. ഞാൻ നല്ല രീതിയിലാണ് ഞാൻ വ്യാഖ്യാനിച്ചത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇനി മറിച്ച് വിശ്വസിക്കുന്നവരുണ്ട്, കാന്തപുരം ഉസ്താദ് ശരിയല്ല എന്ന് പറയുന്ന ആളുകൾ, അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ടാകും. എന്തായാലും നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത്? കാന്തപുരം സമുദായത്തെ കബളിപ്പിച്ചതാണോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഇനി നിങ്ങൾക്ക് തോന്നിയത് എന്ത് ചെയ്യാം? താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.